ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി സൺഡേ. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ എൻ്റെ രാവിലത്തെ വീട്ടു ജോലികളെല്ലാം തീർന്ന ഉടനെ തന്നെ ഇന്ന് വീട്ടിലെ പെർമിഷനോട് കൂടി ഒരു യാത്ര വന്നു. ഒരു ലക്ഷ്യവും ഇല്ലാതെയാണ് ബസ് സ്റ്റാൻഡിൽ വന്നത്. അവസാനം വന്നെത്തിയത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട ബസ് സ്റ്റോപ്പ് ഇറങ്ങി ഞാൻ നിൽക്കുന്നു. ഇനി എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കണം, കാരണം ഇനി തിരിച്ച് യാത്ര ചെയ്യാനുള്ളതാണ്. ഇത്രയും ദൂരമുണ്ട്. 1:16 ഞാൻ അവിടെ നിന്ന് തിരിച്ചിട്ട് ഇവിടെ എത്തിയത് 3:35. അപ്പം ഉടനെ തന്നെ പുറപ്പെട്ടാലേ ഉടനെ കൊല്ലത്തെത്തൂ. ഇത്രയും സമയം എടുക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ പോകുന്നു, കാണിക്കാം. ഇതാണ് ബസ് സ്റ്റാൻഡ്, നല്ല കിടിലൻ ബസ് സ്റ്റാൻഡ്. ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഇതിൻ്റെ മുകളിലായിട്ടുണ്ട്. നല്ല ചെടിയൊക്കെ വളർത്തിയിരിക്കുന്നു, കണ്ടോ? നല്ല കിടിലം തെറ്റിപ്പൂവൊക്കെ ഇവിടെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതാണ് പത്തനംതിട്ട. എല്ലാവരും കാണുക. KSRTC പത്തനംതിട്ട. തൊട്ട് മുകളിലെല്ലാം നല്ല ഒരു ടൗൺഷിപ്പിൻ്റെ എല്ലാം ഉണ്ട്. കടകളും എല്ലാം കാണുന്നുണ്ട്. ഓട്ടോ സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇവിടുത്തെ ബദാം മരമാണ്. ഞാൻ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഫോട്ടോയും വീഡിയോയും എടുക്കുകയാണ്. കിടിലം നല്ല ഒരു സ്പോട്ടാണ്. ഇവിടെ എല്ലാം നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട്. ഞാനങ്ങനെ ഒരു കട കണ്ടുപിടിച്ച് അങ്ങോട്ട് പോവുകയാണ്. അവിടെ എന്താ കഴിക്കാനുണ്ടെന്ന് നോക്കാം. ബസ് സ്റ്റാൻഡിൽ നിന്ന് മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ ഭീമ ജുവലറി കാണുന്നുണ്ട്, കണ്ട? പത്തനംതിട്ട. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കോഫി ഹൗസ് കാണുന്നു. അവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കട്ടെ. ഇവിടെ ബിരിയാണിയെ കാണൂ. അത് കാരണം കഴിക്കാൻ പറ്റില്ല. എന്നാലും ഊണുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കഴിക്കാൻ പോവുകയാണ്. ഇങ്ങോട്ട് കിഴക്കോട്ട് തോണ്ട ആരോ മാർക്ക് വെച്ചിരിക്കുന്ന ശബരിമല മൈലപ്ര, നേരെ പോയാൽ കുമ്പഴ, അങ്ങനെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ കറക്റ്റ് പത്തനംതിട്ട ഡെസ്റ്റിനേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, കണ്ട? ഇപ്പോൾ ഞാൻ കടയിലേക്ക് പോകുന്നു. ഇന്ത്യൻ ഹൗസ് എഴുതി വെച്ചിരിക്കുന്ന കണ്ട? ടോട്ടൽ അതാണ് കട. അവിടെ എല്ലാം ഉണ്ട് കഴിക്കാൻ. ഞാൻ അങ്ങോട്ട് പോകുന്നു. എന്തെങ്കിലും കഴിച്ച ഉടനെ അടുത്ത ബസ്സിൽ തിരിച്ചു പോവുകയാണ്. ഇതാണ് ഇന്ത്യൻ കോഫി ഹൗസ്, ഹോട്ടലാണ്. ഞാൻ ഇതിനകത്ത് കയറി എന്തെങ്കിലും കഴിക്കുകയാണ്. എല്ലാ ഐറ്റംസും ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ എന്തൊക്കെ കഴിക്കാനുണ്ടെന്ന്. പിന്നെ കടയ്ക്കകത്ത് നിന്നും ഊണ് കിട്ടി. നല്ല റോസ് അരിയുടെ ചോറ്, നാരങ്ങ അച്ചാറ്, ചമ്മന്തി, തോരൻ, അവിയൽ, പപ്പടം, ഇത്രയാണ് കിട്ടിയത്. ഇനി ഏതെങ്കിലും കറികളുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും കണ്ടല്ലോ ഫുഡ്. ഒരു അയല വറുത്തതും വാങ്ങി. ഇതാണ് ഫുഡ്, കണ്ട? സവാള. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. സാമ്പാർ, പുളിശ്ശേരി. ഇതാണ് ഇവിടുത്തെ കറികൾ. അങ്ങനെ പത്തനംതിട്ട പോകുന്ന വഴിക്കുള്ള മനോഹരമായൊരു പള്ളിയാണിത്. എല്ലാവരും ഈ പള്ളി ശ്രദ്ധിച്ചാണ്. നല്ല റോഡ് സൈഡിൽ അതിമനോഹരമായിട്ട് പണിയെടുപ്പിച്ചൊരു പള്ളി. അങ്ങനെ അടൂരും കൈപ്പട്ടൂരും ഓമല്ലൂരും ഭരണിക്കാവും എല്ലാം കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വെയിലൊന്നുമില്ലായിരുന്നു. നല്ല ഒരു ക്ലൈമറ്റായിരുന്നു. വലിയ വെയിലില്ല, ചൂടായിരുന്നു. എങ്കിലും നല്ല സുഖകരമായൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ എൻ്റെ പത്തനംതിട്ട യാത്രയാണ്. പ്രധാനപ്പെട്ട ജംഗ്ഷനിലെത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. ജംഗ്ഷൻ്റെ പേര് എഴുതി വച്ചിരിക്കുന്ന കണ്ട? അടൂര് വന്നപ്പോഴും അതുപോലെ ഭരണിക്കാവ്, അങ്ങനെയൊക്കെയുള്ള പ്രധാന സ്ഥലങ്ങളിലെത്തിയപ്പോൾ മാത്രമേ ഞാൻ സ്ലോ ചെയ്ത് വണ്ടി പോയപ്പോൾ, അടൂരാണിത്, സ്ലോ ചെയ്ത് പോയപ്പോഴാണ് വീഡിയോ എടുത്തത്. അല്ലാതെ സ്പീഡിൽ പോയ വീഡിയോകളല്ല.
ക്ലിയർ ആവില്ല. അത് കാണാനും ഒരു സുഖമില്ല. എത്ര സ്പീഡിൽ പോകുമ്പോഴുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല. പ്രകൃതി പള്ളികളും കണ്ട തെങ്ങും തോപ്പുകളും കൃഷിസ്ഥലങ്ങളാണ് കൂടുതലും. ഒരുപാട് മരച്ചീനിയും വാഴയും എല്ലാം നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ആ നോക്കിയാൽ വഴിയോര കാഴ്ചകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം നല്ല മനോഹരമായ വീടുകളും റോഡ് സൈഡുകളിലും നല്ല. ഈ കാണുന്നത് ബസലിയസ് കോളേജാണ്, എഞ്ചിനീയറിംഗ് കോളേജ്. അടൂരുള്ള പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ളൊരു കോളേജാണ്. ഭയങ്കര സ്പീഡിൽ പോകുന്ന വീഡിയോസ് ഒന്നും ആയിരിക്കില്ല. നല്ല മനോഹരമായ സൈഡ് വ്യൂ കാണാനാണ് ഏറ്റവും ഭംഗി. നല്ല റബ്ബർ മരങ്ങളും. അപ്പോൾ എല്ലാവർക്കും ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റ.